നമസ്കാരം. പരിമിതികൾക്കിടയിലും സ്നേഹവും സൗഹൃദവും കൊണ്ട് കെട്ടിപ്പടുക്കിയ ഫ്ലൈ എന്ന ഞങ്ങളുടെ ഈ സംഘടനയുടെ 18ാമത് ക്യാമ്പിലെ 3 ദിവസം നടന്ന കാഴ്ചകളിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളിവിടെ ഡിസംബർ മാസം എല്ലാ വർഷവും കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ 3 ദിവസം ഒത്തുകൂടാറുണ്ട്. ആ സഹവാസ ക്യാമ്പാണ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഓരോ വർഷത്തെയും ഓരോ പ്രചോദനം എന്ന് തന്നെ പറയാവുന്ന ഒരു ക്യാമ്പാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അതൊരാഘോഷമാക്കി മാറ്റി. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ പങ്കെടുത്തു. പിന്നെ ഫ്ലൈയിൽ തന്നെയുള്ള കലാകാരന്മാരുടെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. വയലിൻ കൊണ്ട് പാട്ട് തിരിച്ചറിയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സൂപ്പറായിരുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും ഓഡിയോ കൊടുക്കാൻ പറ്റില്ല. എല്ലാം മ്യൂസിക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ആണ് ഞാനിതിങ്ങനെ ആക്കിയത്. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എൻ്റെ ചാനലിൽ ഷോർട്സ് ആക്കിയിട്ട് ഞാനിത് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കാണണേ. ഇങ്ങനെയുള്ള സൗഹൃദ സ്നേഹ സംഗമം തന്നെയാണ് ഫ്ലൈയെ ഓരോ വർഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഓരോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയും ഒക്കെ ഇതിലൂടെ കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നതും ഒക്കെ കൊണ്ടാണ്. വീൽചെയറിൽ ജീവിതം ആയിപ്പോയ ആളുകൾക്ക് പുറത്തു പോയി പരിപാടികളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ നടക്കുന്ന പരിപാടിയായാലും പലതിലും പങ്കെടുക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഒരു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് എന്ന് പറയാം. എന്നാൽ ഇന്നതിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈയിലെ ഓരോ പ്രോഗ്രാമും ഓരോ ഭിന്നശേഷിക്കാരനും പോയി കാണാനും ആസ്വദിക്കാനും അല്ലെ അവരുടെ ഇടയിൽ പങ്കുചേരാനും ഒക്കെ പറ്റുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്യാറ്. അതുപോലെ ഒരു നല്ല നാടൻ പാട്ട് ടീം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടേതായ കളികളും ആഘോഷങ്ങളും അങ്ങനെയൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ പത്രം തയ്യാറാക്കുക, അതൊക്കെ നിങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. ചിറക് വിരിച്ച് കേശവതീരം പുറച്ചേരി 2024 ഫ്ലൈ ക്യാമ്പ് കേശവതീരം തുടക്കമായി. ഫ്ലൈ ക്യാമ്പിലെ അംഗങ്ങളായ പവിത്രനും സജീവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെ 9 മണിയോടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ക്രിസ്മസ് കരോളിൻ്റെ അകമ്പടിയോടെ ഘോഷയാത്ര നടന്നു. അതിൽ ഫ്ലൈ ക്യാമ്പ് അംഗങ്ങളും പങ്കാളികളും. കളിയും ചിരി. ഫ്ലൈ ക്യാമ്പിന്റെ ഭാഗമായി വ്യത്യസ്തമായ കളികളും. ഇത് എന്ത് ന്യായം? ഫ്ലൈ ക്യാമ്പിന്റെ പോയിന്റിൽ അഴിമതി. ഫ്ലൈ ക്യാമ്പിൽ മത്സരങ്ങളുടെ പോയിന്റിൽ ആശയക്കുഴപ്പം. ക്യാമ്പിലെ മത്സരങ്ങളിൽ ജഡ്ജസ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തു. മത്സരങ്ങളിൽ പോയിന്റായി ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് സാഹിത്യത്തിന്റെ സൂര്യൻ അസ്തമിച്ചു. മഹാനായ കവി കഥാകാരൻ എം.ഡിക്ക് വിട. കാത്തു നിൽക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടാവുമ്പോൾ മറ്റെല്ലാം മറക്കാനാവുന്നു. കാലം. എം.ഡി. വാസുദേവൻ നായർ. പത്രവാർത്ത തയ്യാറാക്കുന്നത് നിങ്ങൾ എല്ലാ വർഷവും ആവേശത്തോടെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അത് ഫ്ലൈ അംഗങ്ങളുടെ തന്നെ എല്ലാവരുടെയും കഴിവ് ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഒരു പത്രാധിപർ എന്നുള്ളതിൻ്റെ കഴിവ് തെളിയിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ്. പിന്നീട് ഇലക്ട്രിക് വീൽചെയർ ഓട്ട മത്സരം, അതൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവർക്കും വളരെ എനർജിയോടുകൂടി പങ്കെടുക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. പിന്നെ സാധാ വീൽചെയറിൻ്റെ ഓട്ട മത്സരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രോഗ്രാമും എല്ലാവരും വളരെ ആവേശത്തോടെ ചെയ്തതാണ്. പിന്നെ ഇതിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണുള്ളത്. കായികപരമായ മത്സരം, ബാസ്ക്കറ്റ് ബോൾ എറിയാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു.
അതൊക്കെ ഞങ്ങളുടെ ക്യാമ്പംഗങ്ങൾക്ക് സമ്മാനം കൊടുക്കുക, അതൊക്കെ ഭയങ്കര ആവേശം ജനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 ദിവസം ഇവിടെ പിടിച്ചു നിർത്തുന്ന കുറേ കാര്യങ്ങളിലൊന്ന്. ഈ പോകുന്നതിൽ മുന്നിൽ പോകുന്നത് ഞാനാണ്. അങ്ങനെ എനിക്കും കിട്ടി സമ്മാനം. ഇങ്ങനെ ഓരോ കളികളും ആവേശത്തോടെയുള്ള മത്സരങ്ങളും ഒക്കെ ആയിട്ട് 3 ദിവസം പോയതറിഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഓരോ വഴിക്കായിട്ട് പിരിഞ്ഞു. അടുത്ത വർഷം വീണ്ടും കൂടിച്ചേരാമെന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് എല്ലാവരും പിരിഞ്ഞത്. ഞങ്ങളുടെ ഈ സൗഹൃദവും സ്നേഹവും പങ്കിടാൻ ഈ 3 ദിവസത്തെ ഈ സഹവാസ ക്യാമ്പ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്കൊരു ഫ്ലൈ എന്ന ഈ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാവുക, സ്വന്തം ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾക്ക് എങ്കിലും കുറച്ച് ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്ന് അങ്ങനെ ഒരു ജീവിതത്തിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റാൻ ഒരു സ്ഥാപനം. ഇനിയാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില നീക്കങ്ങളാണ്, വളരെ സൂക്ഷ്മമുള്ള നീക്കങ്ങളാണ്. ഫ്ലൈയുടേതായ ഒരു സ്ഥാപനം, അതാണ് ഫ്ലൈയുടെ സ്വപ്നം. ഫ്ലൈയുടെ അംഗങ്ങളുടെയൊക്കെ സ്വപ്നം അതാണ്. അതിനൊരുപാട് സുമനസ്സുകളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വരും കാലത്തെങ്കിലും അത് സാധ്യമാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ക്യാമ്പിലും പിരിയാറ്. അങ്ങനെ ഒരു സ്ഥാപനം, കുറച്ചാളുകൾക്ക് കൂടിച്ചേരാൻ, തൊഴിൽ പരിശീലനം നടത്താൻ ഒക്കെ വേണ്ട സൗകര്യമുള്ളൊരു സ്ഥാപനത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ ഉള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. ഫസ്റ്റ് നിൽക്കുന്നത് 31 മാർക്കോടെ കൂടിയാണ്. അതാരായിരിക്കും? ഏത് ടീമായിരിക്കും? ഏത് ടീമായിരിക്കും വെച്ചാൽ അവര് കൈമുട്ടുവാ. തണൽ ടീം ഫസ്റ്റ് എത്തിയിരിക്കുന്നു. തൊട്ടുപുറകെ 28 മാർക്കോട് കൂടി നമ്മുടെ സ്വന്തമല്ല, അതിന്റെ പേരിൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ വരും. ബ്ലൂ ടൈഗേഴ്സ് ആണ്. എന്ന തീരുമാനത്തോടെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 21 മാർക്കോടുകൂടി അങ്ങനെ ആവേശകരമായ മത്സരവും കഴിഞ്ഞു. സമ്മാനവും ഒക്കെ വാങ്ങി എല്ലാവരുടെ വീടുകളിലേക്ക് മടങ്ങി. അടുത്ത ഡിസംബറിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.